രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 2023-24 അധ്യയന വർഷത്തിൽ നിന്ന് 2024-25 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 13% വർധനമാണ് ഉണ്ടായത്. ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി 2023-24 വർഷത്തിൽ 21,299 ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. ഇത് 2024-25 വർഷത്തിലേക്ക് എത്തുമ്പോൾ 24,525 വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 15.14% വർധന. സർക്കാർ സ്കൂളുകളിൽ മാത്രമായി 8,490 വിദ്യാർത്ഥികളും എയ്ഡഡ് സ്കൂളുകളിലായി 12,421 വിദ്യാർത്ഥികളുമാണ് കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്നത്. ഇത്തവണ സർക്കാർ സ്കൂളുകളിൽ 10,018 വിദ്യാർത്ഥികളും എയ്ഡഡ് സ്കൂളുകളിൽ 13,619 വിദ്യാർത്ഥികളുമായി വർദ്ധിച്ചു. ഈ കണക്കുകൾ നോക്കുമ്പോൾ 18% വർധനയാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ മാത്രം ഉണ്ടായിട്ടുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ 9.65% വർധനയും അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 100%-ലധികം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 388 വിദ്യാർത്ഥികളിൽ നിന്ന് 888 വിദ്യാർത്ഥികളായാണ് വർദ്ധിച്ചത്. അതായത് 128.86% വർധന. തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നത്. ഇതിനു പുറമെ പശ്ചിമബംഗാൾ, അസം, ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുണ്ട്. ശതമാനാടിസ്ഥാനത്തിൽ ബീഹാറിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് കൂടുതൽ വർധനമുണ്ടായിരിക്കുന്നത്, 28.4%. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. 2024-25 അധ്യയന വർഷത്തിൽ 336 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് എത്തിയത്. ഇതിൽ 332 പേരും നേപ്പാളിൽ നിന്നുള്ളവരാണ്. ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, മാലദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കേരളത്തിൽ പഠിക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നേപ്പാളിന് പുറമെ റഷ്യ, UAE, കുവൈത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരും കേരളത്തിൽ പഠിച്ചിരുന്നു.